വീണ്ടും വീണ്ടും നമുക്ക് എൻക്വയറി വരും. ഞാൻ ഏത് വാഹനമാണ് എടുക്കുന്നത് വെച്ചാൽ ആ വാഹനം കൊടുക്കുന്നുണ്ടോ വെച്ചാൽ എൻ്റെ പിന്നാലെ നടക്കുന്നൊരവസ്ഥ വന്നു. എനിക്ക് യൂസ് ചെയ്യാൻ എങ്ങനെയാണോ എടുക്കുക അതേപോലെ നോക്കിയിട്ട് എടുത്തിട്ട് അത് വിറ്റു. അത് വിൽക്കുമ്പോൾ ആ എൻ്റെ അടുത്ത് നിന്ന് എടുത്ത കസ്റ്റമർക്കും എന്തായി, അത് ഉപയോഗിക്കാൻ നല്ല ലോങ് ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റി. നമുക്ക് ആദ്യം തന്നെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് തുടങ്ങാം. നിങ്ങൾ ഈ യൂസർ കാർ ഫീൽഡിലേക്ക് എങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത്? നിങ്ങൾ ഒരു കാർ വാങ്ങിയിട്ട് അത് സെയിൽ ചെയ്ത് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? ആ ഫസ്റ്റിലെ സെയിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിരുന്നോ അതോ നിങ്ങൾക്കൊരു ലേണിംഗ് പീരീഡ് ആയിരുന്നോ? എന്തൊക്കെയായിരുന്നു ആ ഒരു കാര്യങ്ങളൊന്ന് സംസാരിച്ചാലും. ഞാൻ ഈ ഫീൽഡിലേക്ക് സത്യം പറഞ്ഞാൽ ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയ്ക്ക് വരാൻ ഉദ്ദേശിച്ച ആളല്ല. ഒരു വണ്ടി പ്രാന്തോണ്ട് ഈ ഫീൽഡിലേക്ക് അഥവാ ഒരു വാഹനം എടുത്തു, അത് യൂസ് ചെയ്തു, അതൊരു 3 അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ എന്ത് ചെയ്യും, അതിനോടുള്ള ഇമ്പം തീർന്ന് അടുത്തൊരു വാഹനം ഉപയോഗിക്കാനുള്ള കമ്പുണ്ടാവും. ലാഭത്തിന് നമുക്ക് ബുക്ക, ചെറിയ ലാഭം കുറച്ച് എനിക്ക് എൻ്റെ ഒരു ബോധിക്ക് യൂസ് ചെയ്യാവുന്ന നിലയ്ക്ക് ഒരു വാഹനം എടുത്തു. അതാരെങ്കിലും എൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്ന സമയത്ത് തന്നെ ആ വാഹനം അടിപൊളി ക്വാളിറ്റിയിലെ വാഹനം അഥവാ എല്ലാ ഭാഗവും ചെക്ക് ചെയ്തിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ എങ്ങനെയാണോ എടുക്കുക അതേപോലെ നോക്കിയിട്ട് എടുത്തിട്ട് അത് വിറ്റു. അത് വിൽക്കുമ്പോൾ ആ എൻ്റെ അടുത്ത് നിന്ന് എടുത്ത കസ്റ്റമർക്കും എന്തായി, അത് ഉപയോഗിക്കാൻ നല്ല ലോങ് ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റി. യൂസർ വെഹിക്കിൾ എടുക്കുന്ന സമയത്ത് കസ്റ്റമേഴ്സിന് ഉണ്ടാകുന്ന ഒരുപാട് പ്രോബ്ലംസുകളുണ്ട്. അതായത് കമ്പനികൾ എന്ത് ചെയ്യുന്നുണ്ട് വെച്ചാൽ യൂസർ വെഹിക്കിളിൻ്റെ ഒരുപാട് പ്രോബ്ലംസുകൾ ഹൈഡ് ചെയ്യുക, ഇങ്ങനത്തെ പല തട്ടിപ്പുകളും ചെന്ന് പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓവർകം ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലാണ് ചെയ്യുന്നത്? നമുക്കറിയാമല്ലോ, നമ്മളിപ്പോൾ ഈ ഫീൽഡിൽ വരുമ്പോൾ നമ്മൾ പരിശോധിക്കാൻ പഠിച്ച ഒരാളായതുകൊണ്ട് നമ്മൾ ഈ ഫീൽഡ് തിരഞ്ഞെടുത്ത്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ആ ഡോർ റീപ്ലേസ് ആണെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ നമ്മളൊരു കസ്റ്റമറോട് പറയണം ഡോർ റീപ്ലേസ്ഡ് ഉണ്ട്, അതിന് ഇനി കാരണങ്ങളുണ്ട്. കാരണം കമ്പനി ഹിസ്റ്ററിയിലോ അല്ലെങ്കിൽ ഇൻഷുറൻസിൻ്റെ ഹിസ്റ്ററിയിലോ ചെക്ക് ചെയ്താൽ അതിൻ്റെ കാരണങ്ങൾ കാണാൻ പറ്റും, എത്രത്തോളം വർക്ക് എടുത്തിട്ടുണ്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും, തുറന്ന് കാണിച്ചു കൊടുത്ത് അത് ആളുകളോട് തുറന്ന് പറഞ്ഞ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് ഇപ്പോഴും ഈ ഫീൽഡിൽ പിടിച്ചിരിക്കുന്നത്. കാരണം ഈ ഒരു ഫീൽഡിൽ നമ്മൾ പിടിച്ചിരിക്കുന്നത് 30 വർഷം മുന്നോട്ട് കണ്ടിട്ടാണ് ഈ ഒരു ഷോറൂം ഇപ്പോൾ നമ്മൾ അഥവാ ഒരു 6000 സ്ക്വയർ ഫീറ്റ് ഷോറൂം നമ്മൾ ഒരു 5 വർഷം മുമ്പ് പണി ചെയ്യുമ്പോൾ എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, എന്തിനാ അത്രയും വലിയ ഷോറൂം യൂസർ കാറിന്? ഇന്ത്യ അടുത്തൊരു വാഹനം വന്നാൽ അത് എടുക്കാൻ ആൾ വരും. കാരണം അത്രയും ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്തൊരു ധൈര്യവും ഒരു ഫീഡ്ബാക്കും നമുക്കുണ്ട്. നമ്മൾ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയ ആൾക്ക് മനസ്സിലാവും.